ഹലോ, ഇന്നതാ ഇതേപോലെ ചുള്ളിക്കമ്പ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ക്യാൻഡിലൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് വൈറലായിട്ടുള്ള ക്യാൻഡിൽ ഫ്ലവേഴ്സ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്യാൻഡിൽ ഒന്ന് മെൽറ്റ് ചെയ്യുക. കുറച്ചുകൂടെ കളർ, ഒരു ക്രയോൺ പീസ് കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കൈ മുക്കിയിട്ട് നമ്മുടെ ചൂടുള്ള ക്യാൻഡിലിൽ കൈ ഒന്ന് മുക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു പരിപാടി. നന്നായിട്ട് കൈ പൊള്ളുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. അതിലേക്ക് എന്നിട്ട് ചുള്ളി കമ്പിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആദ്യത്തെ കുറേ അറ്റംപ്റ്റ് എനിക്ക് ഫെയിലായി പോയിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പ്രാവശ്യം ഞാനിങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഈ ഒരു ഫ്ലവേഴ്സ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൊച്ചു കുട്ടികൾ ദയവ് ചെയ്തത് ചെയ്ത് നോക്കരുത്. കാരണം ചൂടുള്ള വാക്സിൽ ഇങ്ങനെ കൈ മുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കൈ പൊള്ളും. നമുക്ക് ഭയങ്കര വേദനയായിട്ട് നമുക്കത് ഫീലാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് നോക്കാതിരിക്കുക. ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാൻഡിൽ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത അതേ ചൂടിൽ തന്നെ നമ്മൾ ഇതേപോലെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഫെയിലായി പോവും. എനിക്ക് ആദ്യം അങ്ങനെയാണ് കിട്ടിയത്. കുറച്ചൊന്ന് ക്യാൻഡിൽ ഒന്ന് തണുത്ത് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കൈ മുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. കുറച്ചൊന്ന് ക്യാൻഡിൽ തണുത്ത് തുടങ്ങിയതിന് ശേഷം ചെയ്ത പീസസൊക്കെയാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തണുത്ത വെള്ളത്തിൽ കൈ മുക്കുക. വീണ്ടും ഈ ഒരു ക്യാൻഡിൽ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സിലേക്ക് കൈ മുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ക്യാൻഡിൽ ഒന്ന് തണുത്ത് തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്, നല്ല ഭംഗിയുമാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് ചൂട് കുറയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യം അതാണ് ഇതിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു ടിപ്പും. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഫൈനൽ റിസൾട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റും കൂടെയാണിത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇതേപോലെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഇട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ കമൻസിൽ പറയണേ.